പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന മാജിക് ആണ്. അതിനുവേണ്ടി ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു ഫെദർ അതായത് തൂവൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു A4 ഷീറ്റാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ സാധാരണ ഒരു A4 ഷീറ്റ് നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. A4 ഷീറ്റ് ആണെങ്കിൽ കുറച്ചും ബെറ്റർ ആയി തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തത്. പിന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. കാരണം ബൗൾ എന്താണെന്ന് വെച്ചാൽ ഈ നാരങ്ങ നീര് നമുക്ക് പിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കണം. അതിൻ്റെ നീരാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കത്തി എടുത്ത് ലെമൺ കട്ട് ചെയ്ത് പിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഞാൻ ഒരു ലെമൺ എടുക്കുന്നുള്ളൂ, കാരണം അത്യാവശ്യം ഇതിൽ നീരുള്ള ലെമൺ ആയതുകൊണ്ട് ഞാൻ ഒറ്റ ഒന്നും എടുക്കുന്നുള്ളൂ, ഒരു നാരങ്ങ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 എടുക്കാതെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് പിഞ്ഞൊഴിക്കുക ഇതിലേക്ക്. അങ്ങനെ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ കുരുവൊക്കെ മാറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഫ്രഷ് ആയിട്ട് അതിലുള്ള എല്ലാ കരടും മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ A4 ഷീറ്റ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഈ ഫെദർ യൂസ് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കണം. എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് നിങ്ങൾ എഴുതി കൊടുക്കുക ആദ്യം. അങ്ങനെ ഞാനിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മാറ്റർ ഇതിൽ എഴുതിയിട്ടുണ്ട്, ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ പേപ്പർ ഒന്ന് ഉണക്കിയെടുക്കാം. മാക്സിമം നിങ്ങൾ ഈ വെയിലത്ത് വെക്കാതെ ഉണക്കാൻ ശ്രമിക്കുക. ഇത് ഒരു വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് ഉണക്കാൻ നോക്കുക. ഇപ്പം ഞാനിതൊരു മാറ്ററോട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിത് ഉണക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കിയെടുത്ത് കഴിഞ്ഞു. ഇത് ഞാൻ വെയിലത്ത് വെച്ചുകൊണ്ടാണ് ജസ്റ്റ് അടയാളം കാണുന്നത്. നിങ്ങൾ വെയിലത്ത് വെക്കാതെ നിങ്ങൾ മാക്സിമം ഉണക്കിയെടുക്കുക. അത് ഞാൻ വെച്ചുകൊടുത്ത് വെയിൽ തട്ടിയതുകൊണ്ടാണ് ആ അടയാളം. മറ്റ് ഒരു പേപ്പറിൽ യാതൊരു അടയാളം ഉണ്ടാവില്ല, നമ്മൾ എഴുതിയതിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല, വെറും കാലി പേപ്പർ ആയിട്ട് കാണുക. അപ്പോൾ നമുക്കിതൊന്ന് തെളിഞ്ഞെടുക്കാൻ വേണ്ടി നമുക്ക് ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ലൈറ്റർ എടുക്കുക. ലൈറ്റർ എടുത്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് അടിയിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക. ലൈറ്റർ വെച്ച് ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു നമ്മുടെ ആ ഇങ്കിൻ്റെ കറക്റ്റ് കളർ ജസ്റ്റ് അപ്പോഴാണ് വരിക, നന്നായിട്ട് കളറായിട്ട് വരും. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആയിട്ടാണ് വരിക തോന്നുക. ഇതിപ്പോൾ ഞാനൊരു ചാനലിൻ്റെ പേര് അതിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റണം, തെളിഞ്ഞ് വരുന്നത്. നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവിടെ കത്തിക്കരിഞ്ഞല്ല, കരിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോയിൽ, മറ്റൊന്നല്ല. ഇത് നമ്മൾ കൂടുതലായി ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കത്തിപ്പോവും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കത്തിപ്പോവാതെ ഇതൊന്ന് അടിയിൽ ഞാനൊരു മാറ്റർ ചെയ്തതിന് സബ്സ്ക്രൈബ് എന്നുള്ളൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് എന്നുള്ളത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം, അത് അധികം ഹീറ്റ് ആക്കാതെ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ അധികം ഹീറ്റ് ചെയ്യാതെ സബ്സ്ക്രൈബ് എന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ ചൂടാക്കി എടുത്തു. മറ്റേ നമ്മൾ കുറച്ച് ചൂടാക്കി കൂടിപ്പോയതുകൊണ്ടാണ് അത് കത്തിപ്പോയത്. അപ്പോൾ ആരും അങ്ങനെ അടുത്തേക്ക് വെച്ച് ലൈറ്റർ വെച്ച് ചൂടാക്കാതിരിക്കുക, കുറച്ച് വിട്ട് വെച്ച് ചൂടാക്കുക. അപ്പോൾ വിട്ട് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കത്താതെ ഇരിക്കാം, നല്ലപോലെ കിട്ടും. ഇതല്ല അടിയിൽ ഞാൻ ചെയ്ത് നല്ലപോലെ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കിട്ടും, അതായത് അടിപൊളിയാക്കി തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നമ്മൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.